ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ട് പോകുന്നത് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് കേട്ടോ. കൊയിലാണ്ടി പോയിട്ട് ദേവുവിനെയും കൂട്ടിയിട്ട് വേണം ഓളെ വീട്ടിൽ പോവാൻ. എനിക്ക് കുറച്ച് ആൾക്കാരാണ് അത്ര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉള്ളൂ. അതിലൊരാളാട്ടോ വൈശാലി. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓള് ഗൾഫിലായിരുന്നേ. അപ്പോൾ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് 5 മാസമായി. അപ്പോൾ വന്നിട്ടുണ്ട്. ബാലുശ്ശേരി എത്തണം കേട്ടോ. നമുക്ക് എനിക്ക് വിറങ്ങിയ പാടെ തന്നെ ഒരു ഓട്ടോ കിട്ടി. പിന്നെ ദേവുവിനെ കൊയിലാണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു 12 മണിയായിട്ടോ. എല്ലാം കൂടെ ഓളും കൂടെ വന്ന് പിന്നെ ഞങ്ങൾ ബാലുശ്ശേരിക്ക് ബസ് കയറിയിട്ട് വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് ശരിക്കും ഫുഡ് കഴിച്ച് കഴിയേണ്ട സമയമാണ് കേട്ടോ. 2 മണീൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ബാലുശ്ശേരിയിൽ നിന്നും പിന്നെ കുറച്ചുകൂടെ പോകണം കേട്ടോ വൈശാലീൻ്റെ വീട്ടിലേക്ക്. അപ്പം പിന്നെ അവിടെ എത്തുന്ന സമയവും കൂടി ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഫുഡ് കഴിക്കുന്ന സമയം. അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു. എന്തായാലും ഓളൊന്ന് കാണുക എന്നുള്ളതായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇതാട്ടോ വൈശാലി. അപ്പോൾ ശ്രുതി വൈശാലി ഞങ്ങൾ ഒരുമിച്ച് എമ്മഡിന് പഠിച്ചതാണേ. അപ്പോൾ ശ്രുതിൻ്റെ വാവനെ കാണാൻ പോകുന്നൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവളിവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചിക്കൻ പൊരിച്ചതും നല്ല എന്താ പറയുക അവിയലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു പാവ അമ്മ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് വൈശാലീൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. ഹസ്ബൻഡ് ഗൾഫിലാട്ടോ. വൈശാലി അവിടെയായിരുന്നു. അപ്പോൾ ഇപ്പം തിരിച്ച് വന്നതാണ്. ഇവിടെ ഞാൻ കണ്ടിട്ട് നമ്മൾ ശീബോധിക്ക് വെക്കുക എന്നറിയില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല എന്താ പറയുക എന്തോ ഒരു സുഖം തോന്നിയാ കണ്ടപ്പോൾ. പിന്നെ ശ്രുതിനെ ഞാളൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടോ. ഓക്കും ഇതാ ഇങ്ങോട്ട് നോക്കടി. അപ്പോഴേക്കാണ് സമയം ഏകദേശം ഒരു 5 മണീൻ്റെ അടുത്തായിട്ടോ. പിന്നെ അടുത്തൊരു ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വടകര എത്തണമല്ലോ. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെയൊക്കെ കാണാൻ പോകുന്നത്. എന്തോ ഒരു സങ്കടം തോന്നി. ഒരുപാട് മിസ്സ് ചെയ്തിട്ടോ ശരിക്കും ഫ്രണ്ട്സിനെയൊക്കെ. കാരണം ഇപ്പോൾ എവിടെയും ഒന്നുമില്ല വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങൾക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും